വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. The Gospel according to St. John chapter 14 verse 6. I am the way, the truth and the life. What is the uniqueness of Christianity? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതായിട്ടുള്ള എല്ലാവരും ചേർന്ന് വരുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. Christianity as a religion was not founded by Jesus Christ. In fact, കർത്താവായ യേശു ക്രിസ്തു തന്നെ യഹൂദനായിട്ട് ജനിച്ചു, യഹൂദനായിട്ട് മരിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്ന അവസരത്തിലാണ് അന്ത്യോക്യയിൽ വെച്ച് വിശ്വാസ സമൂഹത്തിന് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി എന്നത് നാം വായിക്കുന്നത്. ടിൽ ദെൻ ക്രിസ്തു മതം എന്ന് പറയുന്നത് അല്ലൊരു മതമേ ഉണ്ടായിരുന്നില്ല. ഇന്ന് തോമസ് അപ്പോസ്തലനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നതായിട്ടുള്ള ദിവസമാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉയർത്തെഴുന്നേറ്റതായുള്ള യേശു ക്രിസ്തുവിനെ നോക്കി തോമസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ സഭയുടെ ഏറ്റവും ആദ്യം പറയപ്പെട്ട ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ് അത് നാം മനസ്സിലാക്കുന്നത്. യേശു എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമാണ്. ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതായിട്ടുള്ള അവസരത്തിൽ തോമസ് അപ്പോസ്തലൻ അവരോട് കൂടി ഉണ്ടായിരുന്നില്ല. 10 പേരെ ഉണ്ടായിരുന്നില്ല. ഒരാൾ കെട്ടി ഞാൻ തത്തില്ല. തോമസ് അപ്പോസ്തലൻ സഹശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ കൈകളുടെ ആണിപ്പാടും അവൻ്റെ വിലാപ്പുറവും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. ശിഷ്യന്മാരുടെ ഗണത്തിൽ എല്ലായ്പ്പോഴും സംസാരിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള ഒരുവനായിരുന്നു തോമസ് അപ്പോസ്തലൻ. യേശു ഉയർത്തെഴുന്നേറ്റ് 8 ദിവസം കഴിഞ്ഞതിന് ശേഷം തോമസ് അപ്പോസ്തലൻ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, സഹശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു പ്രത്യക്ഷനായിട്ട് അവനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ വിരൽ നീട്ടി എൻ്റെ ആണിപ്പാടുകൾ കാണുക, നീ നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനാണ് തോമസ് അപ്പോസ്തലൻ. തോമസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നതായുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ വിശ്വാസ സമൂഹത്തിൽപ്പെട്ടതായുള്ള ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളായിട്ട് തീരുന്നതിനായിട്ടാണ്. നീ ഇത് വിശ്വസിക്കുന്നുവോ? യേശു ചോദിച്ചതായിട്ടൊരു ചോദ്യമാണ്. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് യേശുവിനെ നോക്കി പറയുവാൻ വിശ്വാസികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇടയായിട്ട് തീരണം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇതാണ് കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അവിശ്വാസിയാകരുത്, വിശ്വാസിയായിരിക്കും. ദീർഘമായുള്ള യാത്രയിൽ കൂടിയാണ് തോമസ് അപ്പോസ്തലൻ ഭാരതത്തിൽ എത്തിച്ചേരുവാൻ്റെ കൊണ്ടിടയായത്, മലങ്കരയിൽ എത്തിച്ചേരുവാൻ്റെ കൊണ്ടിടയായത്. അതിനെക്കുറിച്ച് 2 ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, കരമാർഗമാണ് തോമസ് അപ്പോസ്തലൻ വന്നത് എന്നതും വന്നതായുള്ള സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ചു എന്നതും, അതിനുശേഷം മടങ്ങിപ്പോയിട്ട് വീണ്ടും കടൽ മാർഗമായിട്ട് വന്നു ചേർന്നു എന്നുള്ളത്. അപ്പോഴാണ് കൊടുങ്ങല്ലൂരൊക്കെ വന്ന് ഇറങ്ങി എന്നതൊക്കെ നാം വായിക്കുവാൻ കൊണ്ടിടയാവുന്നത്. നിരണത്ത്
നമ്മളുടെ ഭദ്രാസനത്തിൽ ഈ ഭദ്രാസനത്തിലെ മറ്റേ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായുള്ള ഒരു തീരത്ത് തോമസ് അപ്പോസ്തലൻ വന്നു എന്നത് നാം വിശ്വസിക്കുന്നു, ആദരിക്കുന്നു. ദീർഘമായുള്ളൊരു യാത്രയ്ക്കായിട്ട് തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചതായിട്ടുള്ള തോമസ് അപ്പോസ്തലൻ എന്തിനാണ് ഈ ദീർഘയാത്ര ചെയ്തത്? തൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവരോട് പറയുവാനായിട്ട്, തൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവരോട് പറയുവാനായിട്ട്. ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തു താൻ ക്രിസ്തുവാകുന്നു എന്നുള്ള സത്യം ആരോടും പറയുന്നതിനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ അത് അനുഭവിച്ചതായുള്ള ആളുകളോടെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ പോയി നിൻ്റെ വീട്ടിലുള്ളവരോട് കർത്താവ് നിനക്ക് ചെയ്തത് എല്ലാം അവരോട് പറയുക. അങ്ങനെയാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിട്ടുള്ളൊരു മനുഷ്യൻ യേശുവിനെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെയുള്ള ദെക്കപ്പൊലി നാട്ടിൽ 10 പട്ടണങ്ങളിലൊക്കെ പോയി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഇടയായിട്ടെത്തുന്നത്. ശമര്യാക്കാരത്തെ സ്ത്രീ മശിഹായാകുന്നു എന്നത് യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഒരു യഹൂദനാണ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നാൽ മശിഹായാകുന്നു, ഞാൻ തന്നെ മശിഹ എന്നത് യേശു വെളിപ്പെടുത്തിയതായുള്ള അവസരത്തിൽ അത് ഗ്രഹിച്ചതായുള്ള ശമര്യാക്കാരത്തെ സ്ത്രീ വെള്ളം കോരുവാനായിട്ട് കൊണ്ടുവന്ന പാത്രമൊക്കെ വെച്ചരിച്ച് ഓടിപ്പോയി പട്ടണത്തിലുള്ള ആളുകളോട് പറയാണ്, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾക്കും വന്ന് മശിഹായെ കാണാം. അവർ വന്ന് മശിഹായെ കാണുന്നതിനിടയായിട്ട് തീർന്നു. ലഭ്യമായിട്ട് യേശു അവരോട് കൂടെ 2 നാൾ പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. ഇനി അവൾ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ മശിഹായെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്ന ഒരു സാഹചര്യവും അത് തന്നെയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ചതായുള്ള ഒരു കുശവൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മധു എന്നാണ് അയാളുടെ പേര്. തൻ്റെ കുലത്തൊഴിലായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായുള്ളൊരു കുശവൻ. എന്നാൽ തൻ്റെ പാത്രങ്ങൾക്ക് വലിയ ശോഭയൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് വലിയ കച്ചവടമൊന്നും നടക്കുകയില്ലായിരുന്നു. അതേ ഉണ്ടാക്കുകയുള്ളൂ. വിറ്റഴിക്കുന്നതിനായിട്ട് പ്രയാസമുണ്ട്. വിറ്റഴിച്ചല്ലേ പിന്നെ എങ്ങനെയാണ് സാമ്പത്തികം ശരിയാവുന്നത്? പിന്നീടുള്ള ഒരു വർഷത്തിൽ ഒരു നല്ല മഴ പെയ്തു. ആ മഴ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ സാധാരണയായി വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നതായുള്ള രീതിയിൽ നിന്നൊക്കെ മാറി അത് കുത്തൊഴുകുന്നതിനായിട്ട് തുടങ്ങി. അപ്പോൾ ആ തടത്തിൽ കുറച്ച് കളിമണ്ണ് കണ്ടതായിട്ട് കുശവൻ വിചാരിച്ചു, ഞാൻ ഈ കളിമണ്ണ് ശേഖരിച്ച് പാത്രം ഉണ്ടാക്കാം. കൂടെയുള്ളതായുള്ള ആളുകൾ പറഞ്ഞു, വേണ്ട, അത് ശരിയാവുകയില്ല, അതിനകത്ത് വേണ്ടിടത്തോളം പശയില്ല, അതിനകത്ത് മണൽത്തരികളൊക്കെ ഉള്ളത് കൊണ്ട് അത് പൊട്ടിപ്പോകും. ശരിയാണ്. ഈ കുശവൻ അത് ശേഖരിച്ച് താൻ കൊണ്ടുപോയി ചില പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ അവസരത്തിൽ ഒന്നിൽ ആ ചക്രത്തിൽ തന്നെ ഇരുന്ന് പൊട്ടിപ്പോയി, ഇല്ലെങ്കിൽ അത് കൊണ്ടുപോയി ചൂളയിൽ വയ്ക്കുന്നതായുള്ള അവസ്ഥയിൽ അവിടെ ഇരുന്ന് പൊട്ടിപ്പോയി. എന്നാൽ പിന്മാറിയില്ല. തൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞിട്ടും പിന്മാറിയില്ല. ഞാൻ ഇതുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിൻ്റെ നനവും അത് കുഴച്ച് വയ്ക്കുന്നതായുള്ള സമയമൊക്കെ ഒന്ന് കണക്കാക്കി അദ്ദേഹം പിന്നീട് പാത്രങ്ങളുണ്ടാക്കി ചൂളയിൽ വെച്ച് ആ പാത്രങ്ങൾ പുറത്തെടുത്ത അവസരത്തിൽ നല്ല പാത്രങ്ങൾ കിട്ടുന്നതിനിടയായിരുന്നു. നല്ല പാത്രങ്ങൾ, അതിന് ശോഭയുണ്ട് എന്ന് മാത്രമല്ല, അതിന് വെയിറ്റും കുറവാണ്. അത് എവിടെ നിന്ന് തട്ടുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ശബ്ദം ഒരു സംഗീത സാന്ദ്രമായി തീരുന്നതായുള്ള ശബ്ദം കൂടിയായിരുന്നു. അതുകൊണ്ട് ധാരാളം ആളുകൾ വന്ന് പാത്രങ്ങൾ വാങ്ങിക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യ എന്താണ് എന്നത് പഠിക്കുന്നതിനായിട്ടും ആളുകൾ വരുന്നതിനിടയായിട്ട് തീർന്നു. നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവിതത്തെ അവിടെ തളച്ചിടുന്നതിനായിട്ടാണോ ആഗ്രഹിക്കുന്നത്?
അതോ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായ കൃപ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നവരായി, വിശ്വാസത്തിൻ്റെ ആഴത്തെ കണ്ടെത്തുന്നവരായി തീരുവാനായിട്ട് നമുക്കിടയായിട്ട് തീരും. 100 വർഷങ്ങൾ കഴിഞ്ഞതായുള്ള ഒരു ഇടവകയിലാണ് ഇന്ന് ഞാൻ സന്നിധനായിരിക്കുന്നത്. നിങ്ങളും പ്രായമുള്ള ചിലരെയൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും 100 വർഷമൊന്നും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആരംഭമൊന്നും ആരും കണ്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമുക്കെല്ലാവർക്കും നിശ്ചയമുണ്ട്: ദൈവം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ആ ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരും. വിശ്വാസികളുടെ സമൂഹത്തോടെ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ വിശ്വാസം കൂടുതൽ മേന്മയുള്ളതായി, ആകർഷകമായി, ദൈവശബ്ദം കേൾക്കുന്നതായി ഒക്കെ തീരുവാൻ്റെ കോണം ഇടയായിട്ട് തീരും. ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കിയ മധുവിനെ പോലെ കൂടുതൽ മേന്മയുള്ളതായിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനിടയാകുകയാണ്. അത് മുട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്ന ശബ്ദം എത്രയോ നല്ല ശബ്ദമായിട്ട്, മ്യൂസിക്കലായിട്ടൊക്കെ കേൾക്കുന്നതിനിടയായിട്ട് തീരും. ഇമ്പകരമായുള്ള ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം ജനങ്ങൾക്ക് കേൾക്കുവാൻ്റെ കോണം നമ്മളുടെ വിശ്വാസ ജീവിതത്തിലൂടെ അത് സാധ്യമായിട്ട് തീരുമോ എന്നുള്ള ചോദ്യം ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാവരും അത് അസാധ്യമാണ് എന്ന് പറയുന്ന അവസരത്തിൽ ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. കന്യകമറിയത്തിനത് സാധിച്ചു. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ്റെ കാണുന്നു. എല്ലാവരും അസാധ്യമെന്ന് പറയുന്നതല്ല അവസരത്തിൽ അല്ല, ദൈവത്തിന് സാധ്യമാണ് എന്നത് വിശ്വാസ ജീവിതത്തിലൂടെ വെളിവാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പരാജയങ്ങൾ ജീവിതത്തിൽ ഉളവാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ പരാജയങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടുപിടിക്കുവാനായിട്ടുള്ള പാഠങ്ങളായിട്ട്, അവസരങ്ങളായിട്ട് മാറുക എന്ന് പറയുന്നതിൽ വ്യത്യാസമാണ്. ഇവിടെ മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെക്കാൾ ആവലാതി മാതാപിതാക്കൾക്കാണ്. അച്ഛനോടൊന്ന് പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചോണേ, എൻ്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അല്ലെങ്കിൽ പറയേ, ഇന്ന ആരൊക്കെ അസുഖമാണ്, ആശുപത്രിയിലാണ്, ഒന്ന് പ്രാർത്ഥിച്ചോണേ. ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായുള്ള ജനമാണ് നാം ഓരോരുത്തരും. എങ്കിൽ ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ട് അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ തന്നെ ഉണ്ടാവണം. ഈ ഇടവേട് ഒരു 100 വർഷത്തെ ചരിത്രമൊക്കെ നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ ആ ചരിത്രം നമ്മിലൂടെ എഴുതപ്പെട്ടതായുള്ള ചരിത്രമാണോ? എൻ്റെ ജീവിതത്തിൽ എഴുതിയതായുള്ള ചരിത്രമാണോ? എൻ്റെ വീട്ടിൽ എഴുതിയതായുള്ളൊരു ചരിത്രമാണോ? നീ ചെന്ന് നിൻ്റെ വീട്ടിലുള്ളവരോട് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും പ്രസ്താവിക്കുക. ഞാൻ നിൻ്റെ കൂടെ പോരട്ടെ എന്ന് യേശുവിനോട് ചോദിക്കുന്ന അവസ്ഥയിലാണ് പറയുന്നത്. വേണ്ട, നീ ചെന്ന് നിൻ്റെ വീട്ടിലുള്ളവരോട് ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് പ്രസ്താവിക്കുക. നാം വായിച്ചതല്ലേ ഈ വേദഭാഗത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പോകുന്നതായുള്ള വഴി നിങ്ങൾ അറിയുന്നുവെന്ന് കർത്താവ് പറയുന്നതായുള്ള അവസരത്തിൽ തോമസ് അപ്പോസ്തലനാണ് പറയുന്നത്, കർത്താവ് നീ എവിടെയാണ് പോകുന്നത്, ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വഴി മനസ്സിലാക്കുന്നത്?
അപ്പോൾ കർത്താവിൻ്റെ ഉത്തരം എന്നാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വേറെ എങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെയാണത്. ഞാനിന്ന് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനൊക്കെ വേണം ഇടയായിട്ട് തീരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ കർത്താവ് ഒരു ശിശുവിനെ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നമുക്കെല്ലാവർക്കും കർത്താവുമായുള്ള സംസർഗം അനുഭവിപ്പാനിടയാകും കുർബാനയിലൂടെ. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതിൽ നിന്ന് കുടിപ്പീൻ, എല്ലാവർക്കും വേണ്ടി നൽകുന്നതായിട്ടുള്ള പാനപാത്രം. കർത്താവ് തന്നെ സന്നിധനായി നമ്മോട് ആവശ്യപ്പെടുകയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ഫലം കായ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്നായ എൻ്റെ പിതാവെ മഹത്വപ്പെടുന്നു. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്നായ എൻ്റെ പിതാവെ മഹത്വപ്പെടുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നുള്ളതായിട്ടൊരു വ്യക്തിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. UK ജനിച്ച് വളർത്തപ്പെട്ടതായിട്ടുള്ള ഒരാളാണ്. അവിടെ കോട്ടൺ മിൽസൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ജോലി ചെയ്യുകയായിരുന്നു അപ്പൻ. മകൻ വളർന്നു വന്നതായുള്ള അവസരത്തിൽ പറഞ്ഞു, എനിക്ക് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലേക്ക് പോയി അവിടെ സുവിശേഷം അറിയിക്കുവാനൊക്കെ വേണം വഴി കണ്ടുപിടിക്കണം. അതിന് താൻ ചെയ്തത് ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുക എന്നതായിരുന്നു. പ്രാർത്ഥിക്കുക, പഠിക്കുക. അങ്ങനെ താൻ പോയതായുള്ള പാതയൊക്കെ അൺചാർട്ടേഡ് വേസ്, പോയിട്ടില്ലാത്തതായുള്ള പാതയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം ഇങ്ങനെ മാപ്പ് ചെയ്ത് കൊടുത്തു. ധാരാളം സുവിശേഷവുമായി അവിടേക്ക് പോകുന്നതിന് അത് മുഖാന്തരമായിട്ട് തീരുകയും ചെയ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവായ യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ള അവസരത്തിൽ യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മനസ്സിലാക്കാൻ നമുക്കിടയാണ്. തൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ കർത്താവായ യേശുക്രിസ്തു ഒരു പുതിയ വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അന്നുണ്ടായിരുന്ന സമൂഹത്തോട് പറയുന്നതായുള്ള തിരുത്തലുകൾ നമുക്ക് വേദഭാഗത്ത് കാണാം. ഒരു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതായുള്ള അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്ന പള്ളിപ്രമാണികളൊക്കെ പറഞ്ഞു, വേറെ 6 ദിവസം ഉണ്ടല്ലോ, അന്നേരം ഒന്ന് സൗഖ്യമാക്കിയാൽ പോരെ. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഈ ദിവസം നിങ്ങളുടെ കാളയും കഴുതയൊക്കെ കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കത്തില്ലേ? സാത്താൻ കഴിഞ്ഞ 18 സംവത്സരമായി ബന്ധിച്ചിരുന്നതായില്ല ഇവിടെ, അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ആവശ്യമല്ല. സോ റിജോയ്സ്, വിമർശനത്തിന് പകരമായി സന്തോഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതായുള്ളൊരു വ്യക്തിയായിട്ട് തീരുകയാണ് ആ സ്ത്രീ. അതുവരെ അവർക്കാർക്കും അവളുടെ സാന്നിധ്യമോ ആരാധനാ സമൂഹത്തിലെ പങ്കാളിത്തമോ ഒന്നും അവരെ ബോധർ ചെയ്തിരുന്നേയില്ല. വേണമെങ്കിൽ ഒന്നോ പോയിക്കോ. എന്നാൽ കർത്താവ് അവളെ കണ്ടു, വരാൻ പറഞ്ഞു, അവളെ തൊട്ടേ സൗഖ്യമാക്കി. അപ്പോഴാണ് ഈ വിമർശനങ്ങളെല്ലാം. അപ്പോൾ പറഞ്ഞു, സാത്താനാണ് ഇവളെ ബന്ധിച്ചിരിക്കുന്നത്, ഇവൾ അബ്രഹാമിൻ്റെ മകളാണ്. റിലീസ്, രക്ഷ യേശു ക്രിസ്തു നൽകുകയാണ്. അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ മുഖമുണ്ടായി എന്ന് മാത്രമല്ല, യേശുവിൻ്റെ വഴി വ്യത്യസ്തത ഉള്ള ഒരു വഴിയാണ് എന്നത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഈ വ്യത്യസ്തതയാണ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. തോമസ് അപ്പോസ്തലൻ ആ വ്യത്യസ്തത പുലർത്തിയതായുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ വന്ന് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായത്.
അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സുവിശേഷകനായ അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി നാം ഇന്ന് തീർന്നിരിക്കുന്നത്. അതിൻ്റെ ആധുനിക തലമുറയിലെ പിന്തുടർച്ചക്കാർ എന്നുള്ള നിലയിൽ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിച്ചതും തോമസ് അപ്പോസ്തലൻ വിളങ്ങിയതുമായ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുന്നതിനായിട്ടിടയാവണം. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടിടയാവണം. അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ കൊണ്ടിടയാകണം. ഇടവയിലൂടെ പ്രഘോഷിക്കുവാനായിട്ടിടയാകണം. ഭാരത സുവിശേഷീകരണത്തിനായി ജീവിതത്തെ മുഴുവനായിട്ട് ഒഴിഞ്ഞു വയ്ക്കുകയും തൽഫലമായിട്ട് ജീവൻ തന്നെ വെടിയേണ്ടി വരികയും ചെയ്തതായിട്ടുള്ള തോമസ് അപ്പോസ്തലനെ സ്മരിക്കുന്നതായിട്ടുള്ള ദിവസം, നമ്മുടെ സഭയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള ദിവസം, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നതായുള്ള കർത്താവിൽ വസിക്കുന്ന മക്കളായി, അങ്ങനെ വസിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യാസം എന്തെന്ന് ഈ ലോകം കാണുന്നവരായി, ലോകത്തിന് മുൻപാകെ നല്ല സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായി തീരുവാൻ എല്ലാ തലമുറകളിലൂടെയും, കുഞ്ഞുങ്ങളിലൂടെയും യുവാക്കളിലൂടെയും മധ്യവയസ്കരായ ആളുകളുടെയും പ്രായമുള്ള ആളുകളിലൂടെയും എല്ലാവരിലൂടെയും ആ നല്ല സാക്ഷ്യം ഉളവാകുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, തോമസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട് അതിൻ്റെ തുടർച്ചക്കാരായി ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്ന മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ മക്കളായിട്ടുള്ള ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുന്നവരായി, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെന്ന് പറയുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും കാണപ്പെടുവാൻ കൊണ്ടിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ അതുല്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതായുള്ള കർത്താവെ, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ നിസ്തൃതയെ മനസ്സിലാക്കി ആ കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് വിശ്വാസ തീക്ഷ്ണതയുള്ളവരായി നല്ല സാക്ഷ്യം വഹിച്ച് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശു എന്ന അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.